السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ് എന്നാമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായി മുസ്ലിമായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടങ്ങളായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു അസ്സമദാണ് എന്ന അല്ലാഹുവിൻ്റെ അസ്സമദ് എന്ന നാമത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഭാഷാർത്ഥം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്, വിശുദ്ധ ഖുർആൻ, അതേപോലെ മുഫസ്സിറുകൾ പറഞ്ഞത്, ഹദീസിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. അവസാനം പറഞ്ഞു വച്ചത് അല്ലാഹു സമദാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, അത് ശരിക്കും ഒരാൾക്ക് മനസ്സിലായാൽ, അയാളുടെ ജീവിതത്തിൽ, ആ വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ നാമം സ്വാധീനം ചെലുത്തുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അതവൻ്റെ ജീവിതത്തിൽ അവൻ സ്വീകരിച്ച വിശ്വാസത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ചൊക്കെ ഒരു അഭിമാനബോധമുണ്ടാക്കും. പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ആത്മാഭിമാനമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന റബ്ബ് അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അവനാകട്ടെ ഒന്നിനെയും ഒരാളെയും ആശ്രയിക്കുന്നില്ല. അങ്ങനെ ഒരു റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു, അവനിലേക്കാണ് എൻ്റെ കാര്യങ്ങൾ മടക്കുന്നത് എന്ന ബോധ്യം മനുഷ്യന് വലിയ ആത്മവിശ്വാസവും അഭിമാനബോധവും നൽകും. അതാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞിരുന്നത്. അതിന് തുടർച്ചയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമദ് ആണ് എന്നത് കേവലം അള്ളാഹുവിൻ്റെ പേരുകൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് ആ അർത്ഥത്തിൽ പഠിക്കാൻ മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി അവൻ ഉൾക്കൊള്ളുകയും അവൻ്റെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും നമ്മൾ വിശദീകരിച്ചപ്പോഴൊക്കെ അതിൻ്റെ ഒരു പാർട്ട് തൗഹീദ്, ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അവനൊന്നുകൂടെ ബോധ്യമാകുന്നതാണ് എന്നതാണ്. ഇതും അങ്ങനെ തന്നെയാണ്. സമദ്
എന്ന നാമം വിശദീകരിക്കുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം അസ്വമദു ഹുവല്ലദി യുസ്മദു ഇലൈഹി ഫിൽ ഹവായിജ്. സ്വമദ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? എല്ലാ ആവശ്യങ്ങൾക്കും മടക്കപ്പെടുന്നവൻ. ഫല മൽജ വല മൻജ മിൻഹു ഇല്ല ഇലൈഹി, അവനിൽ നിന്നല്ലാതെ രക്ഷയില്ല, അവനിൽ നിന്നല്ലാതെ അവനല്ലാതൊരു അഭയവുമില്ല. ഇത് വാക്കിൽ തന്നെ കിട്ടുന്ന അതിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അള്ളാഹു അവൻ അസ്വമതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ രണ്ട് കാര്യം. ഒന്ന്, അവൻ എല്ലാത്തിൽ നിന്നും ആശ്രയം ആവശ്യമില്ലാത്ത നിരാശ്രയനാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാം അവനെ ലക്ഷ്യം വെക്കുന്നു. ഈ രണ്ട് കാര്യവും തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട എന്താവട്ടെ അതിനാരാധിക്കുന്നതിലൊരർത്ഥമല്ല, അല്ലേ? സ്വന്തം നിലനിൽപ്പിന് വേറെ ഒരാളെയോ വേറെ ഒന്നിനെയോ ആശ്രയിക്കുന്ന ഒന്നിനെ ആരാധിക്കാൻ കൊള്ളില്ല. എന്നാൽ ഒന്നിനെയും ആശ്രയിക്കാത്ത അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് ആരാധന അവന് മാത്രമാണ്. പിന്നെ എല്ലാം മടക്കുന്ന, എല്ലാവരും എല്ലാ ആവശ്യങ്ങളും മടക്കപ്പെടുന്ന ഒരു സൃഷ്ടാവ് അവനുണ്ടെങ്കിൽ പിന്നെ അവനെ മാത്രമേ ആരാധിക്കേണ്ടതുള്ളൂ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിൻ്റെ 123 വചനം അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം, ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅ്ബുദുഹു വതവക്കൽ അലൈഹി. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും എന്നെ മാത്രമേ ആരാധിക്കണം, എന്നെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അടിച്ച് ഏൽപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ന്യായങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്തിനാ എന്നെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് മറ്റുള്ളവരെ മറ്റു ശക്തികളെ ആരാധിക്കാൻ പാടില്ല എന്ന് ന്യായങ്ങൾ വെച്ച് മനുഷ്യബുദ്ധിയോട് സംസാരിക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ ഒന്നാണിത്, വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു. എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത് ആരിലേക്കാ? അള്ളാഹുവിലേക്കാണ്. ഫഅ്ബുദുഹു, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, അല്ലേ? ആത്യന്തികമായി മുഴുവൻ കാര്യങ്ങളും മടക്കപ്പെടുന്നവൻ അത് അള്ളാഹുവാണ്. ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം? അവനെ മാത്രം ആരാധിക്കണം. വതവക്കൽ അലൈഹി, അവൻ്റെ മേൽ മാത്രം നിങ്ങൾ എന്താക്കണം? ഭരമേൽപ്പിക്കുകയും ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ, അല്ലേ? ഈ ആയത്ത് വിശദീകരിച്ച് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഫഅഖ്ബറ തആല അന്നഹു ആലിമുൽ ഗൈബി വസ്സമാവാതി വൽ അർദ്. ആയത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. അതുകൊണ്ട് പറയും, അള്ളാഹു അറിയിച്ചു തരുന്നു, ആകാശഭൂമികളിലുള്ള മുഴുവൻ ഗൈബിയായ കാര്യങ്ങളും അറിയുന്നവനാണ് ആര്? അള്ളാഹു. വ അന്നഹു ഇലൈഹി മർജഉൽ ഉമൂരി കുല്ലിഹാ, എല്ലാ വിഷയങ്ങളും അവനിലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത്. ആത്യന്തികമായി മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ഫഅലൽ ഇബാദി, അതിനാൽ ഇബാദുകളുടെ മേലുള്ള കാര്യം അഥവാ അടിമകളുടെ മേലുള്ള, മനുഷ്യരുടെ മേലുള്ള ബാധ്യത അയ്യഅബുദൂഹു, എന്താണ്? അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വയതവക്കലു അലൈഹി, അവൻ്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഫഇന്നഹു കാഫിൻ മിൻ അബ്ദഹു വതവക്കൽ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. ആരാണോ അവനെ മാത്രം ആരാധിക്കുന്നത്, അവനിൽ ഭരമേൽപ്പിക്കുന്നത്, അവർക്ക് മതിയായവനാണ് ആര്? അള്ളാഹു. കാരണം അവൻ അസ്വമതാണ്. ക്ലിയറാണ് പറഞ്ഞേ? കാര്യങ്ങൾ മുഴുവൻ മടക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് തൗഹീദാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളിലും അത് മനസ്സിലാകുന്ന ഒരു മനുഷ്യന് ബോധ്യപ്പെടേണ്ട ഏറ്റവും അടിസ്ഥാനം. അത് അസ്സമദ് എന്ന നാമവും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വലിയൊരു ഉപദേശം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അവിടെ നമുക്ക് കാണാം, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കണം. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടണം. പണ്ഡിതന്മാർ ചില ആളുകൾ വിശദീകരിച്ചത്, നോർമലി നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും കഴിയുമെങ്കിൽ വേറെ ആളോട് ചോദിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്താൽ ഇതൊന്നും അങ്ങോട്ട് വെച്ചാന്നൊക്കെ പറയില്ല നമ്മൾ.
മനസ്സിലുണ്ടോ? അതുവരെ സൂക്ഷിച്ചിരുന്നു ഞാൻ. നോർമൽ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അനുവദിക്കാത്ത, ഒരിക്കലും പാടില്ലാത്ത ചോദ്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാലോ? അല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നീ ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം? അള്ളാഹുവോട് ചോദിക്കണം. നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവോട് സഹായം തേടണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിഖീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ അസ്സമദ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഫമത ഷഹിദൽ അബ്ദു ഫഖറഹു ഇലാ റബ്ബിഹി മിൻ കുല്ലി വജ്ഹിൻ വശഹിദ സ്വമദിയത റബ്ബിഹി വസ്തആനഹു അൻ കുല്ലി മാ സിവാ. ഒരു മനുഷ്യൻ എപ്പോഴാണോ സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്തുന്നത്, നമ്മളൊക്കെ സാക്ഷ്യപ്പെടുത്തേണ്ട ആളുകളാണ് അല്ലേ? എന്ത്? ഫഖറഹു ഇലാ റബ്ബിഹി മിൻ കുല്ലി വജ്ഹിൻ, താൻ എല്ലാ നിലക്കും എൻ്റെ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. ഇതൊരാൾക്ക് എപ്പോഴാണ് ബോധ്യമാവുക? നമുക്കൊക്കെ ബോധ്യം ഉണ്ടാവേണ്ട കാര്യമാണ്. എല്ലാ നിലക്കും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. വശഹീദ സ്വമദിയത റബ്ബിഹി വഇസ്തിആനഹു അൻ കുല്ലി മാ സിവാ, എൻ്റെ റബ്ബാകട്ടെ അവൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത സ്വയം പര്യാപ്തനാണ് എന്നൊരാൾ എപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുവോ, നമ്മളൊക്കെ സാക്ഷ്യപ്പെടുത്തിയല്ലേ? റബ്ബിന് വേറെ ആരെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളാവട്ടെ അള്ളാഹുലേക്ക് ആവശ്യക്കാരല്ലേ? അതൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, എപ്പോഴാണ് അത് സത്യസന്ധമായി ബോധ്യപ്പെടുന്നത്? ഇൻ ഖതഅ റജാഉഹു മിനൽ ഖൽഖ്, ആ സമയത്തോടു കൂടി, അത് ബോധ്യപ്പെടുന്ന ആ സമയത്ത് സൃഷ്ടികളിൽ നിന്നുള്ള പ്രതീക്ഷ അവൻ മുറിഞ്ഞു പോകും. സൃഷ്ടികളിലേക്ക് പിന്നെ അവൻ എന്താക്കൂല? പ്രതീക്ഷ വെക്കുകയില്ല. വതഅല്ലഖ ഖൽബുഹു ബില്ലാഹി വഹ്ദഹു, അവൻ്റെ ഹൃദയം റബ്ബുമായിട്ട് എന്താവും? ബന്ധിക്കപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യൻ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യൻ്റെ മനസ്സ് ബന്ധിക്കപ്പെടുന്നത് ആരിലേക്കാവണം? അള്ളാഹുലേക്കാവണം. സൃഷ്ടികളിലേക്ക് ആ അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ പോലും അമിതമായ ഒരു പ്രതീക്ഷയും അമിതമായിട്ടുള്ളൊരു എന്താ പറയുക, അത് ലഭിക്കുമെന്ന തോന്നലൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെവിടേക്ക് പോകണം? അള്ളാഹുവിലേക്ക്. റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഞാനാവട്ടെ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. ഇത് അള്ളാഹുവിൻ്റെ സ്വമദിയത്ത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അവൻ്റെ മനസ്സ് അള്ളാഹുമായി ബന്ധപ്പെടും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വചനം കാണാം. സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തവൻ. റബീഉൽ അവ്വൽ 12 പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. നമുക്കറിയാം. ആ ദിവസം, പ്രവാചകൻ വഫാത്താകുന്ന ദിവസം, പ്രവാചകൻ്റെ അസുഖം അല്പം ഭേദമാവുകയാണ് ചെയ്തത്. സാധാരണ ഉള്ളതിൽ അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളെക്കാൾ കുറച്ച് ഭേദമായി. അതുകൊണ്ട് തന്നെ അതുവരെ അവിടെ നിന്നിരുന്ന സ്വഹാബികളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. കൂട്ടത്തിൽ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തുപോയി. അങ്ങനെ മദീനയിൽ പ്രവാചകൻ്റെ മരണവാർത്ത കാട്ടുതീ പടർന്നതുപോലെ പെട്ടെന്ന് സ്പ്രെഡായി. ആളുകളെല്ലാവരും വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണ്. എന്താ കാണുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം എന്താ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ചില സന്ദർഭങ്ങൾ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അല്ലേ? തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുകയെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വാളൂരി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ തൂരിസീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ പറഞ്ഞു പ്രചരിപ്പിച്ചു, മൂസ ദൈവത്തെ തെരഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ദൈവം എന്ന് പറഞ്ഞിട്ട് അന്നുണ്ടാക്കി കൊടുത്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പോയതാണ്, തിരിച്ചിങ്ങോട്ട് തന്നെ വരും ഇനി അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ആരെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കും, തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ആര് നിൽക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വന്നു, അകത്തു കയറി പ്രവാചകൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ള മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്താൻ. എന്താ പ്രഖ്യാപനം? അതാണ് നമ്മുടെ വിഷയം.
മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിരുന്നത്, അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്നിരുന്നത്, എന്നാൽ അദ്ദേഹം ഇതാ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്നാൽ ആരാണോ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നത്, അവൻ ആരാധിക്കുന്നത് അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്. നമ്മൾ അസ്സമദ് വിശദീകരിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു എന്നും ജീവിക്കുന്നവൻ, ബാക്കിയാകുന്നവൻ, ഒരിക്കലും മരണമില്ലാത്തവൻ. അല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ മനുഷ്യനെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അവരെ തന്നെ ഇങ്ങനെ ആശ്രയിച്ചാൽ പോകുന്നതെങ്കിൽ ചിലപ്പോഴെങ്കിലും നിരാശരാവേണ്ടി വരും. അല്ലേ? ജീവിച്ചിരിക്കുന്ന ആളുകളെ തന്നെയാണെങ്കിൽ ഒരാൾ ആശ്രയിച്ച് ജീവിക്കുന്നതെങ്കിൽ ചിലപ്പോഴെങ്കിലും നിരാശരാവേണ്ടി വരും. അതേപോലെ സാഹചര്യങ്ങളെ ഒരാൾ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ആ സാഹചര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാവും. ഇതിപ്പോൾ പോവോ, ഇപ്പോൾ ഇതേപോലെ തന്നെ ആവൂലേ എന്നൊക്കെ ഉണ്ടാവും. സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ അതും നഷ്ടപ്പെടാൻ സാധ്യതയൊക്കെയുണ്ട്. ഇതൊന്നുമല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞാൻ എല്ലാത്തിനും ആശ്രയിക്കേണ്ടത് എന്നൊരാൾക്ക് എപ്പോൾ ബോധ്യമാകുന്നോ അവൻ അസ്സമദ് എന്ന് പറയുന്നുവെങ്കിൽ അതെന്നും നിലനിൽക്കുകയും ചെയ്യും. ഇനി നോക്കൂ നിങ്ങൾ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. വിശ്വാസികളുടെ മേൽ അല്ലാഹു സ്വമദാണെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ മേൽ നിർബന്ധമാണ്. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ല, സൗദി അറേബ്യയുടെ ഒരു ഗ്രാൻഡ് മുഫ്തിയായിരുന്നു ഷെയ്ഖ് ഹുസൈമീൻ. അദ്ദേഹം അഖീദത്തുൽ വാസിത്തിയ്യ എന്ന പ്രസിദ്ധമായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന് ശറഹ് എഴുതുമ്പോൾ ഈ വിഷയം അതിൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലാഹു സമദാണെന്ന കാര്യം. അവിടെ അദ്ദേഹം പറയുന്നത്, ഫഇദ അറഫ്ത ബി അന്നല്ലാഹ തആല സമദുൻ. നീ, നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, നീ അല്ലാഹു സമദാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ അല്ലാഹു സമദാണെന്നുള്ളത്. അത് മനസ്സിലായാൽ വജബ അലൈക, എന്താ അർത്ഥം പറഞ്ഞോളേ, നിന്റെ മേൽ നിർബന്ധമാണ്, അല്ലാ തത്ലുബൽ ഹവായിജ ഇല്ലാ മിൻഹു, അവനോടല്ലാതെ, അവനിലേക്കല്ലാതെ ആവശ്യങ്ങൾ എന്താ പോകരുത്, അവനിലേക്ക് മാത്രമേ നിന്റെ ആവശ്യങ്ങൾ പോവാൻ പാടുള്ളൂ എന്നത് നിർബന്ധമാണ്. വ അല്ലാ തൽതഫിത ബിഖൽബിക ഇല്ലാ ഇലൈഹി, നിന്റെ ഹൃദയം അവനിലേക്കല്ലാതെ തിരിയരുത്, അവനിലേക്കല്ലാതെ ചേർക്കരുത്. ലി അന്നഹു, കാരണം എന്താ, ഹുവ അസ്വമദ്, അവനെന്താണ്, അവൻ അസ്വമദു, അവൻ സമദൻ. അല്ലദീ തസ്മുദു ഇലൈഹിൽ ഖലായിക് ഫി ഹവായിജിഹാ, സൃഷ്ടികൾ അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അവനിലേക്ക് മടക്കുന്ന സ്വമദാണ് അല്ലാഹു. ഇത് നിനക്ക് ബോധ്യപ്പെട്ട പിന്നെ അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വമദാണെന്ന് ബോധ്യപ്പെട്ട ആൾക്ക് പിന്നെ അല്ലാത്തവരോട് വിളിക്കാൻ പറ്റൂല, ശിർക്കിയൂല എന്നർത്ഥം. അല്ലേ? ഈ അടിസ്ഥാനം പലപ്പോഴും രാവിലെ ചെല്ലുന്നുണ്ട്, വൈകുന്നേരം ചെല്ലുന്നുണ്ട്, നമസ്കാരം കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റു പലതിനെയും ആശ്രയിക്കുന്നുണ്ട്, പലപ്പോഴും നൂലും മൈക്കല്ലും അതുപോലെ ഏലസൊക്കെ കെട്ടുന്നുണ്ട്. ഇതൊന്നും അല്ലാഹു പഠിപ്പിച്ചതല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാത്തതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ഇതൊരു വാശിൻ്റെയും അതല്ലെങ്കിൽ സംഘടനയുടെയും പ്രശ്നമൊന്നുമല്ല. സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കേണ്ട വിഷയം പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ പറഞ്ഞിരുന്നത്. ഈ വിഷയം അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്നത്, ഈ ഒരു ക്ലാസ് ഞാനിങ്ങനെ റെഫർ ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ, മുഹ്സിൻ അബ്ബാദുൽ ബദർ, അദ്ദേഹത്തിൻ്റെ ഷർഹ് അഖീദത്തു എന്താ പറയുക ഫിഖ്ഹു അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ വിഷയം, ഈ അസ്വമദ് എന്ന ചാർട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, നമ്മളെ നോട്ടിലത് വന്നിട്ടില്ല, ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുന്നത് ഖാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അമീൻ അൽ ഷഖീതി റഹിമഹുല്ല, ഇമാം ഷഖീതി ഉദ്ധരിച്ച് അദ്ദേഹം പറയാണ്, വഇദ അലിമൽ അബ്ദു അന്ന റബ്ബഹു മുത്തസിഫുൻ ബിഹാദൽ കമാലി വൽ ജലാൽ. ഒരു മനുഷ്യൻ അവൻ മനസ്സിലാക്കുകയാണ് തൻ്റെ റബ്ബ് അവൻ്റെ സമ്പൂർണതയും കമാലും
പൂർണ്ണതയും മഹത്വവും ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അള്ളാനെ ഒരാൾക്ക് തിരിച്ചറിഞ്ഞാൽ വ അന്നഹു സുബ്ഹാനഹു ലാ ഫൗഖഹു ഷൈഉൻ, അള്ളാൻ്റെ മുകളിൽ വേറൊരാളില്ല എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, വല യഅ്ജിസുഹു ഷൈഉൻ, അവനെ പരാജയപ്പെടുത്താൻ വേറൊരാളില്ല എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇതൊക്കെ നമുക്ക് ബോധ്യമുണ്ട്, ഇല്ലെങ്കിൽ ബോധ്യം ഉണ്ടാവണം. അള്ളാനെ പരാജയപ്പെടുത്താൻ ഒരാളില്ല, അള്ളാൻ്റെ മുകളിൽ ഒരാളില്ല, ഇതൊക്കെ ബോധ്യമല്ലേ? മുസ്ലിമായ ഓരോ മനുഷ്യനും അത് ബോധ്യമുണ്ട്. വ അന്നഹു സുബ്ഹാനഹു മഫ്സഉൽ ഖലായികി വ മൽജുഹ വല മൽജഅ വല മൻജഅ മിൻഹു ഇല്ല ഇലൈഹി. ഒരാളിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ റബ്ബ് വേണം, എന്തെങ്കിലും ഒരു അഭയം കിട്ടണമെങ്കിൽ അള്ളാഹുവാണ്. ഇതൊക്കെ ബോധ്യപ്പെട്ടാൽ വ ഇലൈഹി വഹ്ദഹു തുസ്മദുൽ ഖലായികി ഫിൽ ഹവായിജിഹാ വ മസായിലിഹാ വ റഗ്ബാതിഹാ. സൃഷ്ടികൾ മുഴുവൻ ആവശ്യങ്ങളുമായി ചെല്ലുന്നത്, പ്രതീക്ഷിക്കുന്നത് അവനെയാണെന്നൊക്കെ ബോധ്യപ്പെട്ടാൽ വജബ അലൈഹി അല്ലാ യൽജഅ ഇല്ലാ ഇലൈഹി. ഇതൊരു അടിസ്ഥാനം. അത് ബോധ്യപ്പെട്ടൊരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ് അവനിൽ നിന്നേ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. വല യത്ലുബു ഹാജത്തുഹു ഇല്ലാ മിൻഹു, അവനോടല്ലാതെ ആവശ്യങ്ങൾ തേടരുത്. വല യസ്രിഫ ഇബാദത്തുഹു ഇല്ലാ ലഹു, അവനിലേക്കല്ലാതെ ഇബാദത്തുകൾ തിരിക്കരുത്. വല യകൂനു ഇസ്തിആനത്തുഹു ഇല്ലാ ബിഹി, അവനോടല്ലാതെ സഹായം തേടരുത്. വ ഇല്ലാ തവക്കലുഹു ഇല്ലാ അലൈഹി, അവനിലല്ലാതെ ബരമേൽപ്പിക്കുകയും ചെയ്യരുത്. എന്നിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫുസ്സൂ. ഇത് നമ്മളെ നോട്ടിൽ വന്നിട്ടില്ലല്ലോ? ഇല്ല. ഈ ആയത്ത് കൊടുത്തിട്ടാണ് പ്രയാസം വരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നൽകുന്നവൻ ആരാണുള്ളത്? അള്ളാഹു അല്ലാതെ എന്നൊരായത്ത് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹ് സമദാൻ, അവനോട് ചോദിക്കുന്നു. അള്ളാഹിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു എല്ലാവർക്കും കൊടുത്താലും അള്ളാഹുൽ എന്താവില്ല, ഒന്നും കുറവ് വരില്ല, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഇദിൻ ഫസ്അലൂനി. നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം അവസാനമുള്ളവൻ, ആദ്യമുള്ളവൻ, ജിന്ന്, മലക്ക്, മനുഷ്യർ, ഇതൊക്കെ ആവട്ടെ, എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ ഒന്നിച്ച് ചോദിക്കാൻ, എന്നിട്ട് ഓരോരുത്തരുടെ ആവശ്യങ്ങളും അള്ളാഹു ഒന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്താ, ഒരു സൂചി കടലിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ അതിലെത്ര വെള്ളം പിടിക്കും ആ സമുദ്രത്തിൽ നിന്ന്, അത്ര പോലും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്താക്കൂല, കുറവ് വരികയില്ല. അതുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കാൻ മടിക്കണ്ട, അവനിലേക്ക് മാത്രം, മറ്റുള്ളവർക്കൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട് എന്നർത്ഥം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ബോധ്യമല്ലേ? ഇനി മൂന്നാമത്തെ വിഷയം, അസ്സമദ് എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ട ഒരാൾക്ക് സ്വാഭാവികമായും അള്ളാഹു സമദാണ്, ഞാൻ അവൻ്റെ താഴെയാണ്, ഞാൻ ആവശ്യക്കാരനാണ്. അതിൽ വിനയം ഉണ്ടാവണം. വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വഭാവങ്ങളിൽ ഒന്നാണെന്ത്? വിനയം. വിനയത്തിന് ഉപയോഗിക്കുന്ന വാക്ക് തവാളു, നമസ്കാരവുമായി ബന്ധപ്പെട്ട് അങ്ങേ അറ്റത്തെ വിനയം, അല്ലേ? ഇബാദത്തുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത്, നിർവചനം പറയുന്നിടത്ത് അങ്ങേ അറ്റത്തെ വിനയം, ഇതൊക്കെ പറയാറുണ്ട്. പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുള്ളൊരു വാചകം കാണാം, കുല്ലു മൻ സിവല്ലാഹി ഫഖീറുൻ ഇലൈഹി, എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വഹുവ അസ്സമദുൽ ഗനിയ്യു അൻ കുല്ലി ഷൈഇൻ, അള്ളാഹു ആകട്ടെ എല്ലാത്തിൽ നിന്നും സമതുമാണ്. രണ്ട് വ്യത്യാസം മനസ്സിലായോ? മനുഷ്യൻ, സൃഷ്ടികൾ മുഴുവൻ ആവശ്യക്കാരാണ്, അള്ളാഹ് ഒന്നും ആവശ്യമില്ലാത്തവനാണ്. എന്നിട്ടോ അസ്സമദ് എന്ന ആ ഒരു വിശ്വാസം ക്ലിയർ ആയാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉബൂദിയത്ത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിക്കേണ്ടവനാണ് ഞാനെന്ന ബോധ്യം ഇങ്ങനെ കൂടി വരും. അള്ളാഹിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഇതാണ്. യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, ഖുർആൻ അള്ളാഹ് പറയാൻ. ഇതെന്തിനാ പറയേണ്ട ആവശ്യം? മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യം, പക്ഷെ എന്നിട്ട് അള്ളാഹു എടുത്തു പറയാം, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ദരിദ്രരാണ്, കഴിവില്ലാത്തവരാണ്, ആവശ്യമുള്ളവരാണ്. അള്ളാഹു ആവട്ടെ സമ്പൂർണനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടവനാണ്. ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് തവാളു. അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? കിബിർ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇബ്ലീസിനെന്താ സംഭവിച്ചത്? പിശാചിനെന്താ സംഭവിച്ചത്? അവൻ്റെ കിബറാണ്. ഇബാദത്തിൽ നിന്ന്, അള്ളാഹുവിനനുസരിക്കുന്നതിൽ നിന്ന് അവന്
കീഴ്പ്പെടുന്നതിൽ നിന്ന് അവനെ വിലക്കിയ കാര്യം അവൻ്റെ കിബറാണ്, അഹങ്കാരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഒരാളിലുണ്ടോ, സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ, അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങേയറ്റം വിനയാനിതനായിരിക്കും. പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഒരാൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? ഒരു ജീവിതത്തിൽ എനിക്കിത് പറ്റൂല അപ്പോഴല്ലേ പ്രാർത്ഥിക്കൽ. നോർമലി പ്രാർത്ഥന രണ്ട് രൂപത്തിലുണ്ട്. എന്താ? അദ്ദുആ ഉൽ മസ്അല വദ്ദുആ ഉൽ ഇബാദ. പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അദ്ദുആ വൽ ഇബാദ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? പ്രാർത്ഥന ആരാധനയാണ്, അല്ലെങ്കിൽ ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണ് എന്ന് പറ. ഏതു ആരാധനയിലും പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്താ? പരമാവധി വിനയം കാണിക്കുക. അള്ളാഹുവെ, നീ വലിയവനാണ്, ഞാൻ ചെറുതാണ്, ഞാൻ ആവശ്യക്കാരനാണ്, നീ പറഞ്ഞത് കേൾക്കാൻ റെഡിയാണ്. ഇതാണ് ദുആ ഉൽ ഇബാദ. അത് നമസ്കാരം, നോമ്പ്, ഇതുപോലുള്ള കാര്യം. ദുആ ഉൽ മസ്അല, അവിടെ എന്താ? പടച്ചോനെ നീ നൽകണേ, എന്നെ സഹായിക്കണേ, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കൽ. രണ്ടും അതിലടങ്ങിയിട്ടുള്ളത് എന്താണ്? പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് കട്ടി തോന്നുന്നുണ്ടോ പറയണത്? ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കൂ നിങ്ങൾ, നമ്മൾ ഏതൊരു സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഏത് ജാതി മതം ആയിക്കോട്ടെ, വേറൊരു ശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദുർബലതയാണ് അവിടെ പറയുക, അല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ ദുർബലത പറഞ്ഞിട്ട് ആ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്ക് നമ്മളെക്കാൾ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം, ഞാൻ അവസാനിപ്പിക്കാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്കറിയാം. എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാട്ടിൽ നിന്ന് പേടിച്ചോടാണ്. ചരിത്രം വിശദീകരിക്കുന്നില്ല. വേറെ സ്ഥലത്ത് ചെന്ന്, മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടെ രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ ആടുകൾക്ക് വേണ്ട വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ മാറിയിരുന്നിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന കാണാം സൂറത്തുൽ ഖസസിൽ. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. പടച്ചോനെ, നീ എന്തൊന്നിറക്കി തന്നാലും ഞാനിപ്പോൾ ആവശ്യക്കാരനാണ്, ഞാൻ ഫഖീറാണ്. നീ എന്തൊന്നെനിക്ക് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. ആ ഒരു ഫഖർ അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ്, ഞാൻ ദുർബലനാണ് റബ്ബേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? മൂസാ നബിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നൽകി. മുമ്പ് നമ്മളൊന്ന് വിശദീകരിച്ചതാണത്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ അള്ളാഹുവോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക? അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുക. മറ്റൊരു മനുഷ്യൻ്റെ, മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിലും ആ രൂപത്തിലുള്ളൊരു വിനയം ആർക്കുണ്ടാവാൻ പാടില്ല? മുസ്ലിമിനുണ്ടാവാൻ പാടില്ല. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. മറ്റാരാവട്ടെ, എത്ര വലിയവനാണെങ്കിലും അവൻ്റെ മുമ്പിൽ നമ്മൾ എന്താക്കാൻ പാടില്ല? നമ്മൾ തല കുനിയുന്നത് ആരുടെ മുമ്പിൽ മാത്രം? അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം. അള്ളാഹുവിൻ്റെ പ്രത്യേകത, അള്ളാഹു യഅ്ലബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഅ്ലബു. എന്താ? അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ചോദിക്കാതിരിക്കുന്നതാണ് കോപം, വെറുപ്പ്. എന്നാൽ സൃഷ്ടികളുടെ പ്രത്യേകത എന്താ? ചോദിക്കുന്നതാണ് വെറുപ്പ്. നമ്മൾ എത്ര അടുത്താണ് നമ്മളോട് പറയും, എന്ത് കാര്യം എന്നോട് പറഞ്ഞോട്ടിട്ടോ, ചോദിക്കാതിരിക്കരുത് എന്നൊക്കെ പറയും. ഒരു 3-4 പ്രാവശ്യം തുടരെ ചോദിച്ചു നോക്കി, 4-ാമത്തെ പ്രാവശ്യം ഒരേ കാര്യം തന്നെ ചോദിക്കുമ്പോൾ എന്നാലും ഇപ്പം എന്താ പോവനിങ്ങനെ, അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ചെത്താൻ നിൽക്കുകയാണ്, ചൂഷണം ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെയും ചോദിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. എന്നാൽ അള്ളാഹുവിന് ചോദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇനി അസ്സമദ് എന്ന ആ നാമം വെച്ച് തന്നെ പ്രാർത്ഥിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ, ഞാൻ സാക്ഷിയാണ്, നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീ അഹദാണ്, സമദാണ്, നിനക്ക് സന്താനങ്ങളില്ല, നീ ജനിച്ചവനല്ല, ഈ കാര്യം നിനക്ക് തുല്യനായി ആരുമില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിൽ ഇസ്മിൽ അഅ്ലം. അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമം വെച്ചിട്ട് ആരാണോ ദുആ ചെയ്യുന്നത്, അല്ലദീ ഇദാ സുഇല ബിഹി അഅത വ ഇദാ ദുഇയ ബിഹി അജാബ്. ഇത് പറഞ്ഞിട്ട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ അത് കിട്ടും. ഇത് പറഞ്ഞിട്ടൊരാൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അനുസരിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് എന്താ, നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് ചോദിച്ചാൽ കിട്ടും. അസ്സമദ് അതിൽ വന്നിട്ടുണ്ട്. അവസാനത്തെ കാര്യം, അസ്സമദ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ
ഉണ്ടാവേണ്ട ഒരു കാര്യം കൂടി അവിടെ കൊടുക്കണം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഹത്ത യകൂന മസ്മൂദൻ വബാബുഹു മഖ്സൂദൻ എന്ന് പറഞ്ഞെന്തറിയോ, നമ്മൾ അള്ളാഹു സമദാൻ, നമുക്കൊരിക്കലും എന്താകാൻ പറ്റില്ല, സമദാകാൻ പറ്റില്ല. എന്നാൽ ആ അള്ളാഹു അസ്വമദാണ്. ആ സമദിൻ്റെ അടിമേണാര്? നമ്മൾ. അള്ളാഹുവിലേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും അടക്കണം, അവനിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളിലേക്ക് ആവശ്യങ്ങളുമായി വരുന്ന മനുഷ്യരുണ്ടാവും, നമുക്ക് പറ്റുന്ന നമ്മളിലേക്ക് ആവശ്യങ്ങളുമായി വരുന്ന മനുഷ്യർ, ആ മനുഷ്യരെ നമ്മൾ അവഗണിക്കരുത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നത്, നിങ്ങളിലേക്കൊരു വാതിലായിട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ അവരെ പരിഗണിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ റബ്ബ് പരിഗണിക്കുന്നത്? എന്നിട്ട് ഹദീസും പറയുന്നുണ്ട്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അള്ളാഹു സഹായിക്കുന്നത് ആരെയാണ്? അള്ളാഹു ഒരു മുസ്ലിം അവൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അവനെ ആര് സഹായിക്കും? അള്ളാഹു സഹായിക്കും. ഈ ആശയത്തിൽ കുറേ ഹദീസുകളുണ്ട്. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ് സമാ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രയം തേടി പോകുന്നു എങ്കിൽ റബ്ബ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട ചുറ്റുപാടുള്ള മനുഷ്യർ, അവരെ നമ്മളും പരിഗണിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയാനുള്ളൊരു കാര്യം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, നേർച്ച നേരുന്ന, അങ്ങനെയൊക്കെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹുദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ പാരമ്പര്യമായിട്ടൊക്കെ ചെയ്തു വരുന്ന ആളുകൾ സത്യത്തിൽ സ്വർഗം നിഷിദ്ധമാക്കുന്ന, നരകം ഉറപ്പിക്കുന്ന കാര്യങ്ങളാണത്. അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഇതാ പറയൽ, നമ്മൾ അല്ലല്ലാത്തവരാരും അവർക്കൊന്നും സമതിയത്ത് കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് വല്ലാതെ കേൾക്കലില്ല, അല്ലേ? സമതിയത്ത് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് മാത്രമാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന് വിശ്വസിക്കുക. ബാക്കിയുള്ളവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ചെയ്യാൻ തന്നെ. സത്യത്തിൽ അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ട്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന മക്കയിലുണ്ടായിരുന്ന, അന്നുണ്ടായിരുന്ന മനുഷ്യർ, അവിടെ ഉണ്ടായിരുന്ന ബഹുജനങ്ങൾ, ബഹുദൈവ ആരാധകർ, അവർ പലപ്പോഴും പറഞ്ഞിരുന്നത് നീ കൊടുത്ത കഴിവ് ഇവർക്കൊക്കെ ഉള്ളതാണ്. എന്നിട്ടും അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഅലം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.